കുഞ്ഞാപ്പോ ഇതെന്താ ഇവിടെ പാത്രം മോറുക? ഞാൻ എന്റെ പെരയില് പോയി നോക്കി, അപ്പൊ അവിടെ ഇല്ല. അങ്ങോട്ട് വന്നത് വെറുതെ പോയതാ. അപ്പൊ അങ്ങോട്ട് വന്നിക്കണെന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങോട്ട് വന്നിട്ടല്ലടാ, ഞാന് ഇന്ന് അയ്യപ്പന്മാർക്ക് പോയി ചോറൊക്കെ കഴിച്ച് എനിക്ക് ഭയങ്കര ക്ഷീണം, വയറൊക്കെ ഭയങ്കര വേദന. അപ്പൊ ഞാന് പെര എന്നപ്പോ ഉമ്മാക്കാണ് ഭയങ്കര പനി. അപ്പൊ ഉമ്മ എന്നോട് പറഞ്ഞു എന്തായാലും ചോറൊക്കെ തിന്നില്ല ജിയെ, സാത്താടെ പോയിട്ട് ആ ചൗരിയൊക്കെ ഒരു കൂട്ടാൻ വരാൻ പറഞ്ഞിട്ടുണ്ട്. ചൗരിയൊക്കെ ഒന്ന് കൂട്ടി കൊടുത്താളെ, വേറെ പണിയൊന്നും ചിരിക്കണ്ടായിരുന്നു എന്നോട്. എന്നിട്ട് പാത്രം കഴുകാൻ എനിക്ക് നാണല്ലേ? നാണെന്ത് നാണിക്കാനാണ്? ഇപ്പൊ പ്രകാശം കൊണ്ട് വരയിൽ ചെയ്യണ്ടല്ലോ. ആണല്ലേ? ഞാനും ആണ്, മോനും ആണ്, ഇജ്ജും ആണല്ലേ. വലിയ വളവൊന്നും ഇജിപ്പോ വലിയ വളവൊന്നും വേണ്ട. ഇജിപ്പോ ഇന്റെ മുന്നിൽ നിന്ന് ഇവരൊക്കെ പറയും ഇജി വരാത്ത ഇജി വേണമെങ്കിൽ മീനും കൂടി അല്ലേ നമ്മള് തിന്ന മാത്രം പോറും. പക്ഷെ ഇപ്പൊ അവിടെ എത്ര പോലെ ആൾക്കാരവിടെ ഉണ്ട്, ചെയ്തൂടെ? അങ്ങനെ ഇവരോട് വിരുന്നേര് വന്നിട്ട് ഞാൻ കേൾക്കുന്നുണ്ട്, അവിടെ ഉണ്ട് ആൾക്കാരുണ്ട്. അതേ പറയാൻ കാരണം. അപ്പൊ എന്നോട് നബിസാത്ത പറഞ്ഞു കുഞ്ഞാപ്പോ ഇങ്ങോട്ട് വാ, അത് ചായയും പത്തിരിയൊക്കെ തന്നിട്ടാ, എന്നിട്ട് തിന്നോട് പറഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു ഈ പാത്രമൊക്കെ മോറിക്കോ, എന്റെ ഉമ്മാനോട് പറയണ്ടട്ടാ, പാത്രം പോന്നൊന്നും ഉമ്മാനോട് പറയണ്ട, ഈ ചായയും കടിയും കുടിച്ചു. ഞാൻ ചായയും കടിയൊക്കെ കുടിച്ചപ്പോ ഇതൊന്നല്ല ഇന്ന് പാത്രം ഒത്തു കൊണ്ടുവച്ചിരിക്കുന്നു ഞാന്. ഇതിനിപ്പോ അത്യാവശ്യം ഉണ്ടല്ലോ അല്ലേ? ഇല്ല, അത് 15 എണ്ണുള്ളൂ. അപ്പൊ എന്നോട് പറഞ്ഞു ഉമ്മാനോട് പറയണ്ട, പാത്രം മോറിക്കോ പറഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു അപ്പൊ എന്താണ് കുറച്ചും കൂടി പണിയില്ല, അവിടെ കുറച്ച് വെറുതൊക്കെ ഉണ്ട്, എനിക്കൊന്ന് ബിരിയാണി ഒക്കെ തിന്നിട്ട് പറഞ്ഞേക്കോളൂ. നബിസാത്ത പറഞ്ഞതാണ്. പാവടാ നബിസാത്ത, കുട്ടി തന്നല്ലോ അല്ലേ? കുട്ടി തന്നു. ഞാന് അമ്മക്കിന് പോയിട്ട് ചോറ് കഴിച്ചിട്ടാ അല്ലാ മോനെ വയറ് നിറഞ്ഞിട്ട് ഇപ്പത് നടക്കാൻ പറ്റില്ലേ. പായസം കുടിച്ച് രസം ഉണ്ടായിന്ന്. ഇവിടെ ഇവിടെയൊക്കെ കൊളത്തി പിടിച്ച് ഞാൻ അവിടെ ഇരിക്കുന്നു. നല്ല തട്ടി വിട്ടുണ്ടാവല്ലേ? അപ്പഴാ നമ്മളെ രാധേട്ട ഇവിടെ വരുന്നേ. രാധേട്ടൻ ചോദിച്ചു എന്താ കുഞ്ഞാപ്പോ? ഞാൻ പറഞ്ഞു രാധേട്ടാ തീരെ വെച്ചാ. അപ്പൊ രാധേട്ടൻ പറഞ്ഞല്ല ദൈവമേ ഇന്ന് ആശുപത്രി പോണ എനിക്ക് എന്ത് പറ്റി, നെഞ്ഞ് വേനിക്കണ. ഞാൻ പറഞ്ഞു രാധേട്ടാ നെഞ്ഞല്ല എന്റെ വയറ് വേനിക്കണാണ്. അപ്പൊ എന്നോട് വയറുവേന വെച്ച് വയറുവേന തന്നെയാണ്. ഞാനിപ്പോ അച്ചപ്പമ്മൾക്കിന് പോയിട്ട് കൊറേ ചോറ് കഴിച്ച്. അപ്പൊ രാധേട്ട ഞാട് ചൂടായി. എടാ അവരാരെ വയറാൻ നോക്കണോ? ശരിയാലോ? പറഞ്ഞോട്. അപ്പൊ വരെ പോയപ്പോ അനപ്പളം ഇവിടേക്ക് വന്നത്. അപ്പൊ ഇവരാണ് പൊട്ട് തന്നു. ഇനി ഒരു കാര്യം ഉണ്ട് എന്നോട് കേൾക്കാൻ, ഇവരിപ്പോ പൊട്ടൊക്കെ തന്നു. ഞാനത് വേണ്ടാന്ന് പറഞ്ഞെങ്കിലേ പിന്നെ ഇവിടെ തരൂല. ശരിയാണ്, ഒന്നും വേണ്ടാന്ന് പറഞ്ഞ കിട്ടിയൊക്കെ മേടിച്ചോ? ദോശ മേടിച്ചാ? ഒരൊക്കെ മേടിച്ചു. നാളെ ദോശ തന്നിട്ടാ എന്നിട്ട് ഇപ്പ് കഴിച്ചിരിക്കുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു നബീസാത്ത നിറച്ച് ഇപ്പാണല്ലോ. കൊരക്കടെന്താ കുഞ്ഞാപ്പോ? ഡോക്ടർ കാണിച്ചൂടെ? ഇപ്പ വന്നപ്പോ ഓര് പറഞ്ഞേ എന്താണ് എനിക്ക് ദേഷ്യം പിടിച്ചിരുന്നു. അനക്ക് മാത്രം ഇപ്പോളൂ ഉപ്പുകളൂ ഇവിടെ എത്ര ആൾക്കാർ തിന്നിക്കണാടാ. ചെക്കൻക്ക് എല്ലി കൊത്തിയിട്ടാണ്. ചെക്കനെ അവള് ഇവിടുന്നൊക്കെ വാരി വലിച്ച് തിന്നു. എന്നിട്ട് ഇപ്പോഴത്തെ കുറ്റം പറയാ അന്റെ ഇവിടെ ഇനി എന്താടാ വെക്കണ്? അവര് ഇനി ഒരു മോനുണ്ട്, ഒരു കഞ്ഞി ഒരു ഉപ്പുമ്പോഴും വെക്കും. എന്നിട്ട് ഓർക്ക് ഇവിടെ ഉപ്പ് കൂടുതലാന്നിട്ട് എന്റെ നേരക്ക് ചാടി അമ്മാട് പോയി പറഞ്ഞു. അപ്പൊ ഉമ്മ പറയും ഇജിനി ഒരിക്കലും ഓരെന്ത് തന്നാലും ഇപ്പുണ്ട് മധുരണ്ട് പൊടിയുണ്ട് ഒന്നും പറയണ്ട കുഞ്ഞാപ്പോ. അപ്പൊ എങ്ങനെത്തിന് എനിക്ക് ഞാൻ അറിഞ്ഞ കാര്യം എനിക്ക് അറിയില്ല. എന്റെ മൂക്കത്ത് അത്ര ദേഷ്യം. അത് പറഞ്ഞ തിന്നാ മതി പറഞ്ഞു. ഒന്നും പറഞ്ഞില്ല. മുട്ടിയില് ഇപ്പ് കൂടുതലുണ്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ, മറ്റേ പലപ്പോഴും ദേഷ്യം പിടിച്ചല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു നല്ല രസം കിട്ടാ നബീസാത്താ, നല്ല രസം ഉണ്ട്. എന്നാ ചേട്ടൻ തിന്നൂട് കുഞ്ഞാപ്പോ. എന്നിട്ട് ഞാൻ പോവാൻ വെച്ച് ഈ പാത്രക്കാണ് മോറിക്കോട്ടോ. എപ്പോ തുടങ്ങിയാണ് എന്റെ മോറല്? കൊറേ നേരമാ? കൊറേ നേരം എന്നെ കണ്ടപ്പോ കൊറേ മണിയായില്ലേ? ഞാൻ പോയി മോറിക്കാൻ.
ഇനിയിപ്പോ എപ്പോഴും പെരെ പോണതൊക്കെ കഴിഞ്ഞിട്ട് എപ്പോഴാ പോവാ? ബിരിയാണി ഉണ്ട് എത്ര തരണ്ട് ആ. അപ്പൊ പാവാടാ എന്നോട് പറഞ്ഞിരിക്കണ് അവിടെ ഒന്ന് അടിച്ചെടുക്കാൻ പറഞ്ഞു. ഞാൻ അടിച്ചു വരലുണ്ടാ എന്ത് പൈസ? ഭാരത്തെ അടിച്ചെടുക്കാന്ന് പറയുന്നു. ഞാൻ ഇപ്പൊ പുറത്തുനിന്ന് പോവണ്ടട്ടാ. അപ്പൊ ഞാൻ എന്നോട് ചേച്ചിയെ എന്തെങ്കിലും തരാനാ വിചാരിച്ചേ. അല്ല വിരുന്നേര് വന്നിട്ടല്ലോ ഓരൊക്കെ പോയാലേ അവർക്കൊക്കെ ഒന്ന് തുടച്ചെടുക്കാനാണ്. ആ അത് ഉമ്മാനോട് പറയണ്ടായിരുന്നു. അത് എനിക്ക് പൈസ പിന്നെ തരും. അത് എന്റെ ഉമ്മാനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉമ്മ അല്ലേന്ന് പൈസ മേടിക്കും എനിക്ക് പൈസ തരുമോ? തെരേക്കാരല്ലേ. അപ്പൊ ഞാൻ ഇതതിന് ഉമ്മാട് പറയില്ല. അത് കിട്ടിയില്ലെങ്കിൽ ഇക്കാനെ ഇതിന് മേടിച്ച് തിന്നാലോ ഒക്കെ അമ്മക്ക് കൊടുക്കണ്ടല്ലോ. ഒക്കെ അമ്മക്ക് കൊടുത്തെങ്കിൽ ഞമ്മക്ക് പല ആവശ്യങ്ങളൊക്കെ വരുന്നതല്ലേ. അതൊക്കെ ശരിയാ. പൈസ വാങ്ങിക്കോളുണ്ട്, വെറും തീറ്റ തന്നെ ആക്കണ്ട. പല ആവശ്യം ഇവിടെ വേല വരുന്നുണ്ട്. അവിടുന്ന് നമുക്ക് ഐസ്ക്രീം ഒക്കെ തിന്നണ്ടേ, ചരണ്ടി ഐസ് ഒക്കെ തിന്നണ്ടേ. അപ്പൊ നമ്മളെ കച്ചിരി കായ് വേണ്ടേ. എന്നാ കോളേജ് പോയിക്കാൻ കുറെ നേരം ഇനി ശല്യം ചെയ്യാൻ വന്നിട്ടുണ്ട്. പോയിക്കാണ് ശല്യം ചെയ്യാനോ? എന്തോ ഞാൻ അങ്ങനെ പറഞ്ഞ് പെട്ടെന്ന് വാക്ക് പറഞ്ഞ് പോയി എന്നാ പോയിക്കോ, ഞാനും പോവാ.